iPhone 15 അത്യാവശ്യം നല്ല രീതിക്കുള്ള മാറ്റങ്ങളുമായിട്ടാണ് മാർക്കറ്റിൽ ഇറങ്ങിയത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ iPhone 15ൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങളിപ്പോൾ iPhone 15 എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് വീഡിയോ ഇട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഈ ഒരു ഫോണിൻ്റെ ബിൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്തവണയും അലുമിനിയം ഫ്രെയിം തന്നെയാണ് ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. സോ അവിടെ കാര്യമായിട്ടുള്ള വ്യത്യാസം കാര്യങ്ങളൊന്നും ആപ്പിൾ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫ്രെയിമിൽ ചെറിയൊരു കർവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത് ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ iPhone 14ലും 13ലും കണ്ട ആ ഒരു ഷാർപ്പ് എഡ്ജസിന് പകരം ഇവിടെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു കർവ് എഡ്ജസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ അതൊരു ചെറിയൊരു മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ബിൽഡിൻ്റെ കാര്യത്തിൽ. പിന്നെ 171 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നുമല്ല, ലൈറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫിങ്ങും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഈ ഒരു ഫോണിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബിൽഡിനെ പറ്റി പറയാനുള്ളത്. 6.1 ഇഞ്ചിൻ്റെ XDR OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. സെയിം നമ്മൾ iPhone 14 അതുപോലെ തന്നെ 13 കണ്ട ആ ഒരു സെയിം ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. സോ അവിടെ ഒന്നും ഒരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. സോ ഇനി നമുക്ക് ബേസ് വേരിയൻസിലും ഡൈനാമിക് ഐലൻഡിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇവിടെ 15 സീരീസ് തൊട്ട് നമുക്ക് ഡൈനാമിക് ഐലൻഡ് സപ്പോർട്ട് വരുന്നുണ്ട്. സോ അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല. ബട്ട് ചില സമയത്ത് നമുക്ക് അത്യാവശ്യം യൂസ്ഫുള്ളും കാര്യങ്ങളൊക്കെയാണ്. അതർവൈസ് ഇറ്റ്സ് യൂസ്ലെസ് എന്ന് ഞാൻ പറയും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പെർഫോമൻസ് എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ പെർഫോമൻസ് ആണ്. നമ്മൾ 13ലും 14ലും കിട്ടിയ അതേ സെയിം ഡിസ്പ്ലേ പെർഫോമൻസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല കളർ കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ OTT പ്ലാറ്റ്ഫോംസിൽ മൂവീസൊക്കെ കാണുവാണെങ്കിൽ നല്ല രീതിക്കുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റിൻ്റെ സപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു 120 ഹെർട്സ് അല്ലെങ്കിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് യൂസ് ചെയ്ത വ്യക്തിയാണെങ്കിൽ ഈ ഒരു iPhone 15 വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസ്പ്ലേയിലുള്ള സ്ലോനെസ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇത്രയും ഹൈ കോസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണിൽ ഒരു 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എങ്കിലും ആപ്പിളിന് കൊടുക്കാമെന്ന്. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഫോണിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ആ ഒരു റിഫ്രഷ് റേറ്റിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഫോൺ ചൂസ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. ഇനി ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ A16 ബയോണിക് ആണ് ഈ ഒരു ഫോണിൽ ആപ്പിൾ നൽകിയിട്ടുള്ള ചിപ്സെറ്റ്. നമുക്കറിയാം 14 Pro Maxൽ ഉണ്ടാകുന്ന ചിപ്സെറ്റാണ് നമുക്ക് ഈ ഒരു 15ൽ കിട്ടുന്നത്. സോ ഞാൻ ഈ ഒരു ചിപ്സെറ്റിനെ പറ്റി എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ഹൈ എൻഡ് പവർഫുൾ ചിപ്സെറ്റ് ആണെന്ന്. സോ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണുന്ന പോലെ ഗെയിൻഷിൻ ഇമ്പാക്റ്റ് പോലെയുള്ള ഹൈ എൻഡ് ഗെയിംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് 60 FPS കളിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ PUBG BGMI പോലുള്ള ഗെയിംസൊക്കെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കളിക്കാനായിട്ട് പറ്റും. സോ ഗെയിമിങ്ങിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് iPhone 15. ഇനി iOS 17 ലേറ്റസ്റ്റ് വെർഷനാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. 7 വർഷത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആപ്പിൾ പറയുന്നുണ്ട്. അത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു 6 years ഒക്കെ നിങ്ങൾക്ക് OS അപ്ഡേറ്റ് എന്തായാലും കിട്ടുന്നുണ്ടാവും. സോ നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ഈ ഹീറ്റിംഗ് എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നോർമലി എല്ലാ ഫോൺസും ഹീറ്റ് ആവുന്ന പോലെ തന്നെ ജസ്റ്റ് വാം ആവുന്നുണ്ട് ഓവർ യൂസ് ചെയ്യുമ്പോൾ. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തില്ല. എനിവേ പെർഫോമൻസൊക്കെ ബീസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിൽ തന്നെ നമുക്ക് പറയാം. അവിടെ ഒന്നും ഒരു ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നു. ഈ ഒരു iPhone 15 ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തുള്ള പ്രൈമറി ചേഞ്ചാണ് 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷിഫ്റ്റ് സെൻസറിൻ്റെ OS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്കറിയാം നല്ല സ്റ്റെബിലൈസ്ഡ് ക്വാളിറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 4K 60 FPS ആണ് മാക്സിമം റിയർ ക്യാമറ സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ HDR ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്, സിനിമാറ്റിക് മോഡിന് സപ്പോർട്ട് ഉണ്ട്. സോ അത്യാവശ്യം നല്ല രീതിക്കുള്ള മോഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 12 മെഗാ പിക്സലിൻ്റെയാണ് സെൽഫി ക്യാമറ വരുന്നത്. 60 FPS അറ്റ് 4K ആണ് മാക്സിമം സപ്പോർട്ട്. അവിടെ ESൻ്റെ സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് കുറച്ച് ഫോട്ടോ സാമ്പിൾസ്. സോ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. ഇതാണ് iPhone 15 വെച്ചെടുത്ത ഒരു വീഡിയോ സാമ്പിൾ. എനിക്ക് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു വീഡിയോ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നമുക്കറിയാം 48 മെഗാ പിക്സലാണ്. കുറച്ചുകൂടെ നല്ല രീതിക്കുള്ള ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ്സും സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. എസ്പെഷ്യലി സെൻസേഴ്സിൻ്റെ ഡിഫറൻസ് കാരണം നമുക്ക് 13ലും 14ലും കിട്ടുന്നേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ഇമേജസ് ആൻഡ് വീഡിയോസ് ഈ ഒരു iPhone 15 വന്നപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ഞാൻ ക്യാമറയുടെ ഭാഗത്ത് നല്ല രീതിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കറിയാം നിങ്ങൾക്ക് മെയിൻ പ്രയോറിറ്റി ക്യാമറ ആയിരിക്കും ഐഫോൺസ് എടുക്കുന്നതിൽ
ഭൂരിഭാഗം ആൾക്കാരെയും മെയിൻ പ്രയോറിറ്റി ക്യാമറ ആയിരിക്കും. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ക്യാമറയുടെ ബേസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ 3349 mAh ആണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 1 day ബാറ്ററി ബാക്കപ്പ് നിങ്ങൾ നോർമൽ യൂസർ ആണെങ്കിൽ എന്തായാലും കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ഹെവി യൂസർ ആണെങ്കിൽ, ഹെവി ഗെയിമർ ആണെങ്കിൽ ഏകദേശം ഒരു 6 to 8 hours ആണ് മാക്സിമം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. നിങ്ങൾ എന്തായാലും ഒരു 2 തവണയെങ്കിലും ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ ഹെവി യൂസർ ആണെങ്കിൽ. ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു ബാറ്ററി ലൈഫ് അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു iPhone 15 കിട്ടുന്നുണ്ട്. സോ ഞാൻ എന്തായാലും ബാറ്ററിയുടെ ഭാഗത്തുനിന്ന് ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ഈ ടൈപ്പ് സി പോർട്ട് നമുക്ക് ഇനി മുതൽ ഐഫോൺസിൽ അവൈലബിൾ ആയിരിക്കും. സോ ഇവിടെ iPhone 15 ടൈപ്പ് സി പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കിനി ഏത് ആൻഡ്രോയിഡിൻ്റെ പവർ ഡെലിവറി ചാർജർ വെച്ചും ഐഫോൺസ് ഈസിലി ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ആപ്പിളിൻ്റെ തന്നെ ചാർജർ മേടിക്കണമെന്നൊന്നുമില്ല. നല്ലൊരു പവർ ഡെലിവറി ചാർജർ നോക്കി മേടിച്ചാൽ മാത്രം മതി. 20 വാട്ടിൻ്റെയാണ് മാക്സിമം സപ്പോർട്ട് വരുന്നത്. സോ ഓവറോൾ ബാറ്ററി ആൻഡ് ചാർജിങ് ഓവറോൾ ഈ ഒരു ഫോൺ എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. കാരണം കുറേ അധികം മാറ്റങ്ങൾ iPhone 15 കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ആപ്പിൾ വരുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ക്യാമറ ഒരു മെയിൻ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു iPhone 15 ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഒന്നൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ നിങ്ങൾക്ക് iPhone 15 തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ബെസ്റ്റ് ഫോൺ എന്ന് ഞാൻ പറയും. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ആ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും മികച്ച വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്. ഗുഡ് ബൈ.